എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റണില്ല. കാരണം നല്ല മഴയാണ്. എല്ലാ ഭാഗത്തുനിന്നും മോശം കാര്യങ്ങളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതുപോലെ സുരക്ഷിതമായിട്ടിരിക്കുക എന്നാണ് ഞാൻ പറയണത്. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സുഖവും സന്തോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വരുമല്ലോ. ഈ മഴയെല്ലാം വല്ലാതെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. വയനാടൊക്കെ മണ്ണിടിച്ചിൽ, എന്താ പറയുക, ഉരുൾപൊട്ടൽ വലിയ പ്രശ്നമാണെന്ന് കേൾക്കുന്നുണ്ട്. വല്ലാത്ത വിഷമം തോന്നുന്നു. ഇപ്പം ഞാൻ കണ്ടോ, ഞാൻ നിൽക്കണത് പുഴയുടെ തൊട്ടടുത്താണ്. എൻ്റെ വീട് പുഴയുടെ തീരത്താണ്. പുഴ എന്ന് വെച്ചാൽ ഇത് കായലുമായിട്ട് ബന്ധപ്പെട്ട പുഴ ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ഇല്ല. പക്ഷേ അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറെയാണ്. പുഴയുടെ തീരത്ത് താമസിക്കുന്ന വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കുട്ടികളെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. വെള്ളം കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു കൊതിയും ഒരു ആകർഷണമാണ് വെള്ളം കാണുമ്പോൾ. അപ്പോൾ അവിടേക്കൊക്കെ ഇറങ്ങാതെ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം സ്കൂളൊക്കെ അവധിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ബോറടിക്കുമ്പോൾ കുട്ടികൾ ഇറങ്ങി വെള്ളത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും തോട്, പുഴ, പാടം ഒക്കെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഈ പുഴയിൽ തേങ്ങയൊക്കെ ഇങ്ങനെ ഒരുപാട് ഒഴുകി വരും കേട്ടോ. അതാ കണ്ടോ, തേങ്ങയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഒഴുകി വരികയെന്നറിയില്ല. ചിലപ്പോൾ മലമ്പാമ്പൊക്കെ ഒഴുകി പോകണ കാണാറുണ്ട്. ഇത് കായലുമായിട്ട് ബന്ധപ്പെട്ടൊരു പുഴയാണ്. പുഴ എന്നതിനെ പറയാൻ പറ്റില്ല, വേറെ എന്തോ പേരായിരിക്കും. തോട് എന്ന് പറയാൻ, തോടല്ല പക്ഷേ പുഴ തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ ഒരു പ്രശ്നമില്ല. വെള്ളം ഒരിക്കലും ഇവിടുന്ന് മുകളിലേക്ക് കയറി വരില്ല കേട്ടോ. പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് അടുത്താണ് ഈ പുഴ. എല്ലാവരും ചോദിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. പ്രളയത്തിന് പോലും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മഴ നമുക്ക് എല്ലാവർക്കും നല്ലതൊക്കെയാണ്. മഴ വേണം, വെയിൽ വേണം, എല്ലാം വേണം. പക്ഷേ ഈ മഴ അധികമായാൽ പ്രശ്നമാണ്. മഴയല്ല വെയിലും എന്തും അധികമായാൽ അത് പ്രശ്നമാണ്. പക്ഷെ പ്രകൃതിയുടെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധയോടെ പോവുക. മഴക്കാലത്ത് ഇനിയും ശ്രദ്ധിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറയാട്ടോ എന്തൊക്കെയാണ്. മഴ സർവത്ര മഴ. ഒരു മഴയ്ക്ക് ഒരു വേഴാമ്പലിനെ പോലെ നമ്മളെല്ലാവരും കാത്തിരുന്നു, ഒരു ചെറിയ മഴയ്ക്ക് വേണ്ടി. അത് അധികമായപ്പോഴോ വല്ലാത്ത പ്രശ്നമായി. എന്ത് കാര്യവും അധികമായാൽ പ്രശ്നമാണെന്നാണ് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത്. അതെന്തായാലും, മഴയായാലും വെയിലായാലും വേറെ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രകൃതിയോടൊപ്പം പോവുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രകൃതിയുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റില്ല. ഈ മഴ മൃഗങ്ങളെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പാവങ്ങൾ, അവിടെ ഇവിടേക്കുള്ള പൂച്ചക്കുട്ടികളെല്ലാവരും പല സ്ഥലത്തും കയറിയിരിക്കുന്നുണ്ട്. എൻ്റെ പൂച്ചകളൊന്നും അല്ലെങ്കിലും ഞാൻ എന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരോട് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. കുഞ്ചു ആണെങ്കിൽ വല്ലാതെ വിഷമിച്ചിരിക്കുക. എങ്ങനെ പുറത്തേക്ക് പോകും, മഴയല്ലേ, കറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ പോയി കേട്ടോ. അവന് മഴയൊന്നും ചെറുതായിട്ട് മഴ കുറയുമ്പോൾ അവൻ അങ്ങോട്ട് പോകും. പൂച്ചക്കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ നമ്മളെ കണ്ടാൽ ഓടും. ഇതുവരെ നമ്മളോടൊന്നും അവർ ഇണങ്ങിയിട്ടില്ല കേട്ടോ. അവർക്കെന്നും ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. അതായത് മഴക്കാലത്ത് മൃഗങ്ങളുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ്. അവർക്ക് അധികം ഭക്ഷണം കിട്ടാൻ വഴിയില്ല. അങ്ങനെ തേടി പോകാൻ പറ്റില്ലല്ലോ, മഴയല്ലേ. അതുകൊണ്ട് ആരെങ്കിലും വലിച്ചെറിഞ്ഞൊന്നും തേടിയെടുക്കാൻ അവർക്ക് പറ്റില്ല. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും പൂച്ചകളോ പട്ടികളോ ഒക്കെ വരുമ്പോൾ അടിച്ചോടിക്കാതെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാം കേട്ടോ. പാവം, അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്കും ആഹാരം വേണം. എല്ലാവർക്കും വിശപ്പിന് ആഹാരം വേണമല്ലോ. അതുകൊണ്ട് മഴക്കാറ് കാരണം കണ്ടോ, ഒരു വീഡിയോ ഒന്നും എടുക്കാൻ കൂടി ഇരുട്ട് പിടിച്ചിരിക്കണം. അത്രയും അടഞ്ഞു നിൽക്കുകയാണ്. അത്രയ്ക്കും മഴയാണ്. എൻ്റെ വീടിനോട് ചേർന്നുള്ള പുഴ ഇങ്ങനെ നല്ല കലങ്ങി മറഞ്ഞ് ഒഴുകുകയാണ്. നിറയെ പായലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ മഴ സമയത്ത് നന്നായിട്ട് സൂക്ഷിക്കുക കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ വഴുക്കി വീഴുക, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. കുട്ടികളെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വഴുക്കലായിരിക്കും. വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ ഇടവഴികളിലൊക്കെ ഈ സിമൻറ്റ് ഇട്ട പോലത്തെ സ്ഥലത്തൊക്കെ നല്ല വഴുക്കലായിരിക്കും. ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും മഴയാണ്. അപ്പോൾ പുറത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിരിക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് സ്കൂൾ അവധിയായിരിക്കും. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ജോലിക്ക് പോകണമല്ലോ. പക്ഷെ പോകുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി പോകുക. ഓരോ അടി വയ്ക്കുമ്പോഴും ശ്രദ്ധയോടെ പോവുക. എല്ലാവരും സുരക്ഷിതമായിട്ടും ശ്രദ്ധിച്ചും നമ്മുടെ യാത്രകളൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.